ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഡവി ഡിലൈറ്റ്. ഇന്ന് നമുക്ക് നല്ല ടേബിൾ സെറ്റിങ്സോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. 2 ടയർ കേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോപ്സ്, സിക്കിൾസ്, അതേപോലെ കട്ട് പീസ്, 2 ടയർ ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിതൊക്കെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 3 kg ബ്ലൂബെറി ആണ് ഈ 2 ടയർ. അപ്പോൾ ഫുൾ ഒരു ബ്ലൂബെറി സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും, അതായത് കട്ട് പീസ് ഉൾപ്പെടെ ബ്ലൂബെറിയാണ് കസ്റ്റമർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ടയർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ ഒരു ഡിസൈനിൽ സൈഡിൽ ഇതേപോലെ ഒരു ചെറിയ വേവി ടൈപ്പ് ഒരു ഡിസൈനാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ പർപ്പിൾ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ടയർ എല്ലാം സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ കാണിച്ചിരിക്കുന്നത്. അതും ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ പർപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പർപ്പിൾ ഷെയ്ഡുള്ള ബട്ടർഫ്ലൈ ആണ് ആ ഒരു തീമിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഫോക്സ് ബോൾസും അതേപോലെ കുറച്ച് എഡിബിളായിട്ടുള്ള നമ്മളുടെ ഷുഗർ ബോൾസും ഒക്കെ, ഗോൾഡൻ ഷുഗർ ബോൾസും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അവർ 3 ടയർ തന്നിട്ട് അതിൻ്റെ ഒരു 2 ടയർ ചെയ്യാനാണ് കേട്ടോ നമുക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ പോപ്സ്, സിക്കിൾസ്, കപ്സ്, അതേപോലെ തന്നെ 2 kg കട്ട് പീസ് ആയിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു 1.5 kg കൂടെ കട്ട് പീസ് വേണം എന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ആ ഒരു 2 kg വലുപ്പത്തിൽ തന്നെ 1.5 കൂടെ ചെയ്ത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചെയ്ത് വന്നപ്പോൾ എല്ലാം കൂടെ അടിപൊളി ഒരു ഹോൾ സെറ്റായിരുന്നു. എല്ലാം ബ്ലൂബെറിയാണ് കേട്ടോ, ഫ്ലേവർ ബ്ലൂബെറി മതി എന്നാണ് പറഞ്ഞത്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. അങ്ങനെ നെയിം കൂടെ വെച്ച് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 കട്ട് പീസ് കേക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് 1.5ഉം ഒന്ന് 2 kg. അപ്പം നിങ്ങൾക്ക് ആ ഹൈറ്റ് കാണാൻ മനസ്സിലാവും. ഒന്ന് നമുക്ക് 2 ലെയർ വെച്ചിട്ടാണ് 2 kg ചെയ്തേക്കുന്നത്. ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പീസ് എന്ന് പറയുന്നത് 1.5 kg ആണ് കേട്ടോ. 1.5 kg 2 kg സൈസിൽ ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കട്ട് ചെയ്യുമ്പോൾ 36 പീസസ് ആണ് വരുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് 1.5 വീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ലെയർ ഫില്ലിങ്സ് ആണ് വരുന്നത്. അല്ലാതെ നമ്മൾ 2 kg വീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും 2 ലെയർ ഫില്ലിങ്സ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതൊന്ന് കട്ട് പീസാക്കി കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിലും കുറച്ചുകൂടെ കുഞ്ഞാക്കി ചെയ്യുവാണെങ്കിൽ കുറേ പീസസ് കിട്ടത്തില്ലേന്ന് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. പക്ഷെ നമുക്കൊരു ഒരു നോർമൽ സൈസ് ഉണ്ടല്ലോ, ഒരാൾക്കൊരു പീസ് എടുക്കുമ്പോൾ കിട്ടേണ്ട ആ ഒരു സൈസ് ഉണ്ടല്ലോ, അത് അനുസരിച്ചാണ് കേട്ടോ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്ന പീസസ് കാണാൻ നല്ല ഭംഗിയല്ലേ, നമുക്കതിനകത്തൊന്നും ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നുമല്ലേ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 7 kg അടുപ്പിച്ചാണ് നമ്മളുടെ ഈ ഒരു കട്ട് പീസ് പ്ലസ് നമ്മളുടെ 2 ടയർ കേക്ക് എല്ലാം കൂടെ വരുന്നത് കേട്ടോ. ഒരു 100-150 പേര് ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 100 പേർക്ക് നോർമലി 5 kg ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ 1.5 kg കേക്ക് ഉണ്ടോ, അങ്ങനെ ഞാൻ വെയ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ സംഭവം വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എല്ലാം പക്ക വെയിറ്റാണ്. നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ എന്തായാലും പറയുന്നതിനെക്കാട്ടി കൂടുതൽ എന്തായാലും വെയിറ്റ് നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ പോപ്സും സിക്കിൾസും ഒക്കെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോപ്സും സിക്കിൾസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇടാം. ഇതിനകത്ത് ജസ്റ്റ് അതിനകത്ത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഈ പോപ്സും സിക്കിൾസും എല്ലാം നമ്മളുടെ മോൾഡിലാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്യാനൊന്ന് വെക്കും കേട്ടോ. ഓവർനൈറ്റാണ് ഞാൻ ഫ്രീസ് ചെയ്യുന്നത്. ഒരു 5 hours ഒക്കെ ഫ്രീസ് ചെയ്താലും മതി. അപ്പോൾ തലേന്ന് നമ്മൾ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കും. കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ കോട്ട് ചെയ്തൊന്ന് മാറ്റുവാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് കോംബോ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പോപ്സിലും സിക്കിൾസും നമ്മൾ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മളുടെ ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റിൽ ഒരു 1 ഡ്രോപ്പ് പോലും വേണ്ട, അത്രയും ഒരു ജെൽ കളർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ചോക്ലേറ്റിൽ നമ്മൾ ജെൽ കളർ തന്നെ യൂസ് ചെയ്യണം. ഒരു സ്ക്യൂവറിൽ ഒരു ഇച്ചിരി ജെൽ കളർ എടുത്തിട്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡ് ആ ഒരു പർപ്പിളാണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി അതെല്ലാതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ടേബിൾ സെറ്റിങ്സോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ പ്ലസ് ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1.5-2 ദിവസം എങ്കിലും പിടിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും നേരത്തെ തരുന്ന ഓർഡേഴ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ പോപ്സും സിക്കിൾസും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു അക്രിലിക്
കേക്ക് ഒരു സ്റ്റെപ്പ് മോഡലാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. അത് പക്ഷേ താഴെ വീഴുവാണെങ്കിൽ ബ്രേക്ക് ആവും. എങ്കിലും ഇതേപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലത്തെയൊക്കെ ഗ്ലാസ് ടൈപ്പൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് ഇവിടുത്തെ യുദ്ധം നടക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാക്കിംഗ് പ്ലസ് ഡെലിവറിയാണ്. പാക്ക് ചെയ്തതിന് ശേഷം ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടായിട്ട് തന്നെ എല്ലാം റീചെക്ക് ചെയ്യും. അതിനുശേഷം കാറിലെടുത്ത് വെച്ചതിന് ശേഷം എന്താ പോകുന്ന വഴിക്ക് ഞാൻ നോക്കും എല്ലാം ഓക്കെ ആണോ, എല്ലാം ഉണ്ടല്ലോ, ബോക്സുകളൊന്നും മറന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരണമല്ലോ. അപ്പോൾ മിക്കവാറും ഒക്കെ ടൈം ഡെലിവറിക്ക് മുന്നേ തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കേക്കും കൂടെ ആയിരുന്നു. അന്ന് നല്ല മഴയുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.